ഇന്നേടി പോന്നാണ്ടേ ഉച്ചക്കേശോ ഇന്ന് ഇട്ട് പോയിനാണ് രണ്ടാമത്തെ മോളെ ഭർത്താവിന്റെ അമ്മക്ക് സൂര്യണ്ടായി. രണ്ടാളും വർത്താനം പറയുന്നേ അത് കെട്ടുപോയത് പറയാൻ എന്താണ് അപ്പൊ ഇത് മോന്റെ ഭാര്യ വീട്ടിൽ പോയി ഇന്നലെ ശനിയാഴ്ചയല്ലേ ഇന്നലെ പോയിട്ട് ഇന്ന് ഇപ്പം വന്നതാണ്. അന്നേരം കൊണ്ടുവന്നിയാന്ന് ഇതെന്നും എടുത്തു പോയിനൊന്നുമില്ല. ഓള് പോയിട്ട് ഓരോ നാട്ടിലുണ്ട് കേട്ടാ. ഉണ്ടിയായിട്ടും അപ്പായിട്ടും എന്നായിട്ടും നോക്കറാ അനക്കോളെ ഞാൻ തുണി കഷ്ണം വരുന്നോ പൊട്ടിച്ചിട്ട് മതിയപ്പാ ഓളെപ്പോ എല്ലാം കൊണ്ടുവരും. ഇപ്പൊ ആരെങ്കിലും കൊണ്ടുവരുന്നത് ഞാൻ എന്റെ മോൾക്ക് പോകുമ്പോ എല്ലാം കൊണ്ടുപോയി. ഇപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം ഒന്നും കൊണ്ടുപോകാൻ ഉണ്ടിയായിട്ടും അപ്പായിട്ടും എന്തെന്നാണെല്ലാം കൊണ്ടുപോയി സാധനം മേടിക്കേ. അതൊക്കെ 3 പെൺകുട്ടികളല്ലേ അവര് വന്നിട്ട് പോകുമ്പോ അപ്പൂല്ലാണ്ട് അവര് പോവില്ല. ഇപ്പൊ ഞാൻ പറയാം അവര് വന്നത് അപ്പൊന്നും വേണ്ട ആ പൈസ ഇങ്ങനെ എന്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. അങ്ങനെയായില്ലേ പക്ഷെ ഒച്ചപ്പാടുമല്ലേ കഷ്ടപ്പാടും ഭയങ്കര ഒച്ചപ്പാടാണ്. പിന്നെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അപ്പത്തിന് ഇത് അങ്ങനെയല്ല. അപ്പന്റെ ചൂടാൻ നല്ല എളുപ്പത്തിൽ വേഗം നമ്മളെ വാങ്ങുന്ന പൈസ വേണ്ട നമ്മൾ ആക്കുന്നുണ്ടെങ്കിൽ 100 ഉറുപ്പ്യ ഉണ്ടായാലും ശരിക്കും പറഞ്ഞാൽ ഒരു 300 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നല്ല ഒരുപാട് അപ്പളാണ് പൈസ എത്രയാന്ന് എടുക്കുക വേണ്ടെന്ന് പറഞ്ഞു. പൈസ അധ്വാനമില്ലല്ലോ. നമ്മളിപ്പം ചുറ്റാല് ഇഷ്ടം പോലെ വീട്ടിലില്ലാക്കുന്ന ഒരാൾ കയറി വന്നാൽ കൊടുക്ക കൊണ്ടുകൊണ്ടിരിക്കുക നമ്മൾ കണക്കിലേറി കൊണ്ടുപോകും അല്ലേ? അങ്ങനെയാണ് സംഭവം. ഇന്നത്തെ അധ്വാനിക്കാൻ കഴിയാ ഇപ്പൂട്ടാችን അപ്പത്തിന്റെ കൂട്ടം അറിയാത്തെങ്കിലും ഒരു മാസം അറിയാം അപ്പത്തിന്റെ കൂട്ടൊക്കെ ആരെങ്കിലും വിളിക്കണം. ഞാനെന്നെ എത്ര ചുട്ടതാന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പം ചൂടാൻ നോക്കുമ്പോ ഒന്നിക്ക് കീറി വരൂ ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിന്ന് പറന്ന് വരൂ മേടിച്ചിട്ട് ഞാൻ മതി എനിക്ക് അതിന് നല്ലത് ഉണ്ടി അങ്ങനെ ആക്കിട്ട് കൊടുക്കുന്നതല്ലേ. അപ്പാട് കാസറേജ് വറുത്ത് പൊടിച്ച് ഉണ്ടിയാക്കിട്ട് നെയ്യപ്പം ചൂടാൻ ഇപ്പൊ മടിയന്നെയാണ്. കണ്ടല്ലേ അരി പൊടിച്ചിട്ട് ആ കല്യാണത്തിനെല്ലാം ഒരു കല്യാണം കഴിഞ്ഞ് വിരുന്ന് പോകുമ്പോ അപ്പൊ 8 സേർ അരി 9 സേർ അരിക്ക് നെയ്യപ്പം ചുട്ട് ഒരു 3-4 എത്ര നുറുക്കിയിടണം. നുറുക്കാനും ചൂടുക 3-4 ദിവസത്തേക്കുള്ള കല്യാണം കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ പെണ്ണുങ്ങളെ വിളിച്ച് ആരും വേണ്ട അവരെല്ലാം ആക്കും. നമ്മളെല്ലാടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇന്നാരാ വരിക? ഇന്നൊരു മനുഷ്യൻ വരുമെങ്കിലും പറയുകയും ചെയ്യില്ല. പറയാനും മടി വരാനും മടി. അവർക്ക് സമയമില്ല. എടുക്കാൻ കഴിയില്ല. ഉലക്ക പിടിച്ചിട്ടുണ്ടാരെങ്കിലും ഇന്ന് ഉലക്കിണ്ടാ ആരെങ്കിലും ഉലക്കിയില്ല വരലുമില്ല പേടിയില്ല ഇപ്പൊ. പിന്നെ അത് മാത്രല്ല ഇന്ന് അവരിങ്ങോട്ടേക്ക് പറയും നിങ്ങളൊന്നും കൊണ്ടുവരണ്ടാന്ന് പറയുന്ന കാരണം എന്നാ വിളിച്ച് കൊണ്ടുപോക്കണോ പുതിയ കൊണ്ടുപോകണ്ടേ? ഒരാൾക്ക് കിട്ടിയില്ല. എന്റെ മോന്റെ ഭാര്യന്റെ അടുക്കുന്ന അപ്പം കൊണ്ടിട്ട് ഞങ്ങൾക്ക് എന്നിട്ടല്ലപ്പാ അതല്ല അങ്ങനെ ഇന്ന് മോനോടെ കാണുകയും ചെയ്യല്ലോ. ആ അപ്പം കൊണ്ട് പറഞ്ഞേക്കുള്ള വീട് തേച്ചി കെട്ടിയിട്ട് അല്ലാണ്ട് പിന്നെ കാണണ്ടേ വീട്ടിലെ പറ്റുന്ന കാറ് കയറി ഡോറും താത്തു ആളെ പോയി. നമുക്കത് വീട്ടില് ആ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ കൂട്ടി അപ്പം തന്നെ കൈമ കൊടുത്തേച്ചിട്ട് വിടുന്നുണ്ട്. മുട്ടയും വിലപ്പുള്ള കൊണ്ട് വന്നിട്ടില്ലേ എല്ലാ വീട്ടിലും പാവം തോന്നിയില്ലേ നടത്തിക്കല് അങ്ങനത്തെല്ലാം കുഞ്ഞു പെണ്ണ് ഞാൻ അപ്പൊ കൊണ്ട് ഞാൻ മോളേതാന്ന് ചോദിക്കണം വിചാരിച്ചേ. ഞാൻ ചോദിച്ചില്ല ഇതല്ലേ പുതിയ പെണ്ണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളേതാന്ന് ഇതുവരെ കാണാത്തൊരു മോള് എന്ന് പറഞ്ഞു. കുഞ്ഞു മോള് ഒരു നല്ല എന്താ പറയുക ആ മുഖത്തും നോക്കുമ്പോ ഒരു നല്ലൊരു ഞാൻ വിചാരിച്ചു മോളേതാന്ന്. അന്നേരം എന്നെ അറിയില്ല. ഞാൻ പറഞ്ഞു ഇല്ല മോളെ അറിയില്ല അതുകൊണ്ടാ ചോദിക്കുന്നത്. അപ്പാട് മറ്റേ പെണ്ണ് പറഞ്ഞു ഇതാണ് മിനിന്റെ പെണ്ണുല്ലേ മിനിന്റെ പെണ്ണ് പറഞ്ഞു ഇതാണ് മിതു എന്ന് പറഞ്ഞു. അപ്പൊ ഓഹോ മനസ്സിലായിരുന്നു പറഞ്ഞു. അതെ ഇപ്പൊ മോനോ ഞാനൊരു ഇന്നലെ ബസ്സിന് പോകുമ്പോ ബാബു നല്ല പരിചയമുള്ളൂ. നെണേ ഓനെ പരിചയമുള്ളത് കൊണ്ടാണ് പിന്നെ ടുട്ടു പേപ്പറിടാൻ പോകുമ്പോ ടുട്ടുകാരൻ പോകാന്ന് ഇപ്പൊ ടുട്ടു ആവുമല്ലോ കാണുമ്പോ ടുട്ടു ഒരു ചെടി വെച്ചിട്ടുണ്ട് അതേ പിടിച്ച് വെച്ച് കളഞ്ഞിട്ട് ഒരു ചെടി അച്ഛൻ തേച്ച് നട്ടതാണ് ചെടി. കാര്യല്ലേ റോഡിലെങ്കിലോ ഭയങ്കര ശ്രദ്ധിക്കണ്ടല്ലേ മിക്കൽ കുറവല്ലേ കുശുമ്പ് വന്നാ പിന്നെ അവന് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു സാധനം ഓരോ സാധനം ആരും കൊടുക്കില്ല. എല്ലാ പിള്ളേരെയും വിളിച്ച് കളിപ്പിക്കും. പക്ഷെ സാധനം ഒന്നും കൊടുക്കാൻ പറ്റൂല. അപ്പം മോശമൊന്നുമില്ല കേട്ടാ നല്ല സൂപ്പർ അപ്പം. ചോറിനടുപ്പത്ത് എല്ലാരും കണ്ടോ നല്ല അപ്പാന്ന് എല്ലാരും നോക്കും.
പണ്ടുണ്ടല്ലോ 5-ാം മാസം കഴിക്കാൻ പോകുമ്പോ അപ്പം ചൂടും. അന്നേരം ഒരു പോക്ക് ഓ അതാണാന്ന് ആദ്യമൊക്കെ അപ്പം ചൂട്ടിനാ ഇത് പെണ്ണാന്ന് എന്നാമോ അതിന് ലക്ഷ്യം അനക്കറിയില്ല. പറയുന്നല്ലേ വെണ്ണാന്ന് അതാണാന്ന് പറയും. ഞാൻ ഇങ്ങനെ കൊണ്ടൊക്കെ നല്ല ചോറിനടുത്ത് ഞാൻ ഞാനും പോട്ട് വർക്കത്തിക്കാനായില്ലേ.